എല്ലാവർക്കും നമസ്കാരം. അറിയൂ, നമ്മുടെ ഭഗവത്ഗീത സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം ഓൺലൈൻ യൂട്യൂബ് വഴി നടക്കുന്നത് 200 ദിവസം പിന്നിട്ട് ഏറെക്കുറെ ഒരു 218ഓളം ദിവസങ്ങൾ, നമുക്ക് തോന്നുന്നു 218 ദിവസം അത് പൂർത്തീകരിക്കുന്നതിന് ഇനി ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. പൂർത്തീകരിക്കുന്നതിന് എടുക്കും. ആദ്യത്തെ നമ്മുടെ 108 ദിവസം ഭഗവത്ഗീത ജ്ഞാനയജ്ഞം നടന്നത് തിരുവനന്തപുരം വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ്. ആ 108 ദിവസം ഗീതാജ്ഞാന യജ്ഞം നടക്കുന്ന അതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ ചിലർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ട്രസ്റ്റി ആയിരുന്ന ഉഷായസ് നായർ, അവർ എൻസൈക്ലോപീഡിയയുടെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതുപോലെ അവരുടെ ഹസ്ബൻഡ് MS നായർ, പിന്നെ വേറെയും കുറേ പേര് ഉത്സാഹിച്ചിട്ട് നമുക്കൊരു സൊവനിയർ, ഇതിലുള്ള ആളുകളുടെ ഇതെല്ലാം അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സൊവനിയർ ഉണ്ടാക്കണം എന്ന് ഒരു ആഗ്രഹം പറയുകയുണ്ടായി. നമ്മളതിനെ അങ്ങേയറ്റം എന്താ പറയുക, അന്ന് ചിന്മയ മിഷനിലായിരുന്നു, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഒരു സൊവനിയർ ഉണ്ടായി. ആ സൊവനിയറിൻ്റെ പേര് സ്മൃതി എന്നാണ്. 2003 ഡിസംബറിൽ തുടങ്ങി 2004 അവസാനിച്ചിട്ടുള്ളതാണ്. ഇതായിരുന്നു അതിൻ്റെ ഒരു അന്നത്തെ നാൾ. ഇന്നിപ്പോൾ താടി മുടിയൊക്കെ നരച്ചു. അന്നത്തെ സന്ദീപ് ചൈതന്യ, വൈലോപ്പള്ളി സംസ്കൃതി ഭവനാണിത്. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, ഗംഭീരമായിട്ടുള്ള ഒരുപാട് പേരുടെ ലേഖനങ്ങളും ഒക്കെ, വളരെ മനോഹരമായിട്ടുള്ള ലേഖനങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇപ്പം നടക്കുന്ന ഈ ഒരു പ്രഭാഷണ പരമ്പര ഇത് കഴിയാൻ പോകുന്നു. അപ്പോൾ ഇതേപോലെ ചിലർ നമ്മളോട് ആഗ്രഹം പറയുകയുണ്ടായി, ഇതുപോലെ ഒരു പ്രിൻ്റ് ചെയ്ത ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുക എന്നുള്ളത്, അതിൽ കുറേ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. അതിനപ്പുറത്ത് നമ്മളിപ്പോൾ അതിൽ നിന്നെല്ലാം മാറിയ പുതിയൊരു ലോകത്ത് കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ നിർദ്ദേശം, നിങ്ങൾക്ക് ഭഗവത്ഗീത നിങ്ങളിൽ ഉണ്ടാക്കിയ അനുഭവങ്ങൾ, മാറ്റങ്ങൾ, അല്ലെങ്കിൽ അത് നമുക്ക് സഹായമായിട്ടുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ നമുക്ക് ഇന്നത്തെ ഇതിപ്പോൾ ഒരു സൊവനിയറായിട്ട് നമ്മൾ ചെയ്യുന്നത് പോലെ, ഇത് പ്രിൻ്റഡ് ആണെങ്കിൽ നമുക്കൊരു വിഷ്വൽ സൊവനിയർ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കാം എന്നാലോചിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ വെർട്ടിക്കലായിട്ട്, വെർട്ടിക്കലല്ല, ഹൊറിസോണ്ടലായിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ സൗകര്യം അങ്ങനെയാണ്. ഹൊറിസോണ്ടലായിട്ട് ഒരു മാക്സിമം ഒരു 3 മിനിറ്റ്, 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട്, അത് മാക്സിമമാണ്, അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം നിങ്ങൾക്ക് തുറന്ന് പങ്കുവയ്ക്കാം. നമ്മളതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ആക്കിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും ഒക്കെ അത് കാണാനും അതൊരു ഇൻസ്പിറേഷനായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ഗീതയിൽ കാണുന്നത് അതാണ്. ആരാണ് ഗീത പ്രചരിപ്പിക്കുന്നത്, അത് പഠിക്കുന്നത്, പഠിതാവിനെക്കുറിച്ചും അതിൻ്റെ വക്താവിനെക്കുറിച്ചും ഒക്കെ ഭഗവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രചാരണത്തെക്കുറിച്ചൊക്കെ, ഇതൊരു പ്രചാരണത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് കാണാം. അതുമായിട്ട് നിങ്ങൾ സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ വാട്സാപ്പ് നമ്പറൊക്കെ ഉണ്ട്, ഗുരുദക്ഷിണയൊക്കെ അയച്ചു തരുന്ന വാട്സാപ്പ് നമ്പർ, അതിൽ വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ വീഡിയോ. ഓർക്കേണ്ടത് ഇതാണ്, 2 മിനിറ്റിലൊക്കെ, 2-2.5 മിനിറ്റ്. പിന്നെ അതിൽ വല്ലാത്ത നീളവും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിനെ എഡിറ്റ് ചെയ്യും. പക്ഷേ ആ എഡിറ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കണം അത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും.
അപ്പോൾ ആവർത്തനം ഉണ്ടാവും ചിലപ്പം. അതൊക്കെ എഡിറ്റ് ചെയ്യുക എന്നുള്ളത് പണിയാണ്. അത് നമ്മൾ തന്നെയാണ് ചെയ്യുക, നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യണം. എന്തായാലും നിങ്ങളുടെ സന്തോഷം, അത് പങ്കുവയ്ക്കുന്നത് നമുക്ക് നിങ്ങളുടെ ഈ ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളെ യജ്ഞശാലയിൽ നമ്മൾ കാണുന്നത് പോലെ കാണുന്നില്ല. പക്ഷേ നിങ്ങൾ അവിടെ വീട്ടിലൊക്കെ ഇരുന്നിട്ടും നിങ്ങളുടെ എന്താ പറയുക യാത്രാവേളയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നിങ്ങൾ ഇരുന്ന് ഇത് കാണുന്നു, കേൾക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുമായിട്ട് സഹകരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.